Assalamu alaikum wa rahmatullahi wa barakatuh. Recording in progress. Alhamdulillah. Alladhi hadana li hadha wa ma kunna linahtadiya lawla an hadana Allah. Allahumma salli wa sallim wa barik ala abdika wa rasulika Muhammad wa ala alihi wa sahbihi walladhina taba'uhum bi ihsan ila yawmiddin amma ba'd. സഹോദരന്മാരെ, നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ഹദീസ് ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഹക്കുൽ ജാരി വൽ വസിയത്തു ബിഹി, അയൽവാസി, നമ്മുടെ തൊട്ട് അടുത്ത് താമസിക്കുന്ന ആളുകൾ. അതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വീടുള്ള ആളുകൾക്കാണ് നമ്മൾ അയൽവാസികൾ എന്ന് പറയുന്നത്. ആ അയൽവാസിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളും നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അതാണ് വസിയത്ത് എന്ന് പറഞ്ഞാൽ. നമ്മളതിൽ പാലിക്കേണ്ട, അവരുമായി നമ്മൾ പാലിക്കേണ്ട സാമൂഹിക മര്യാദകൾ, ഇതിനെക്കുറിച്ച് പറയുന്ന അധ്യായം. അപ്പോൾ സൂറത്തു നിസായിൽ അതിൻ്റെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീനി വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് വസ്സാഹിബി ബിൽ ജംബ് വബിനിസ് സബീൽ വമാ മലകത് അയ്മാനുക്കും. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ, അത് ഏറ്റവും പ്രധാനം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുക, ഒന്നിനെയും അവനിൽ പങ്കു ചേർക്കാതിരിക്കുക. അള്ളാഹുവിനോട് മാത്രം ദുആ, ആ ദുആയിൽ വേറെ ആരോടും ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനോട് ചേർത്ത് പറയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അള്ളാഹു തന്നെ അതിനോട് ചേർത്ത് പറയുന്നത് മാതാപിതാക്കളോട് നന്മ ചെയ്യണം. പിന്നെ കുറച്ച് ആളുകളെ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, ഇതിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോട് അഥവാ കുടുംബക്കാരോട്, വൽ യതാമ, അനാഥകളോട്, യതീം, വൽ മസാക്കീൻ, അഗതികൾ. അതായത് കണ്ടാൽ പെട്ടെന്നവർ പാവപ്പെട്ടവരോ വിഷമം അനുഭവിക്കുന്നവരോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഉള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ആരും അറിയിക്കാതെ മാന്യമായി ജീവിക്കുന്ന ആളുകളാണ് ഈ മിസ്കിന്മാർ. അങ്ങനെയുള്ളവരെ കണ്ടറിഞ്ഞ് അവരുടെ അഭിമാനം അതിന് കേടുപറ്റാതെ അവരെ സഹായിക്കണം. വൽ ജാരി ദിൽ ഖുർബ, അതുപോലെ അവന്റെ അടുത്ത് താമസിക്കുന്ന അവന്റെ കുടുംബക്കാർ. അതാണ് വൽ ജാരി ദിൽ ഖുർബ എന്ന് പറഞ്ഞ അർത്ഥം. അതായത് അവന്റെ അയൽവാസി തന്നെയാണ്, പക്ഷെ അയൽവാസിയും കുടുംബക്കാരനാണ്. ചിലപ്പോൾ തൊട്ടടുത്ത് അനുജനായിരിക്കും താമസിക്കുക, പെങ്ങളായിരിക്കും താമസിക്കുക, അതല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽപ്പെട്ട താനുമായി രക്തബന്ധമോ വിവാഹബന്ധമോ ഉള്ള ആളുകളായിരിക്കും. അതിനാണ് വിദിൽ ഖുർബ എന്ന് പറയുന്നത്. വൽ ജാരി ദിൽ ഖുർബ എന്ന് പറഞ്ഞത് അവരെ കുറിച്ചാണ്, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ബന്ധുക്കൾ. വൽ ജാരിൽ ജുനുബി, നമ്മോട് അയൽവാസ ബന്ധമുണ്ട് എന്നാൽ കുടുംബ ബന്ധമില്ല, അതാണ് വൽ ജാരിൽ ജുനുബ്. ഖറാബത്തില്ലാത്ത, കുടുംബബന്ധമില്ലാത്ത, നമ്മുടെ അയൽവാസിയുടെ കുടുംബം വേറെ, നമ്മുടെ കുടുംബം വേറെ, രണ്ട് തറവാടാണ്, രണ്ട് കുടുംബങ്ങളാണ്, പക്ഷെ അയൽവക്ക ബന്ധം. വസ്സാഹിബി ബിൽ ജംബി, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആള്. ഉദാഹരണത്തിന് യാത്രയിൽ നമ്മുടെ കൂടെ സഹയാത്രികൻ എന്ന് പറയും, കൂടെ യാത്ര ചെയ്യുന്ന ആള്. അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പൊ എപ്പോഴും മിക്കവാറും ഇയാളുടെ കൂടെ ആ സ്നേഹിതനുണ്ടാകും. അങ്ങനെയുള്ള നമ്മുടെ കൂടെ ജീവിക്കുന്ന
നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ആൾക്കാണ് വസാഹിബു ബിൽ ജംബ്, കൂടെയുള്ളവർ എന്ന് പറയുന്നത്. ഒബിന് സബീലി, വഴിയാത്രക്കാർ എന്ന് പറഞ്ഞാൽ അയാൾ പാവപ്പെട്ടവനാണെന്നോ അതുപോലെ തന്നെ കഷ്ടപ്പെട്ടവനാണെന്നോ അല്ല അർത്ഥം. അയാൾക്ക് നാട്ടിൽ പണം ഉണ്ടാകും, പക്ഷെ അവിടെ യാത്രക്കാരനായിരുന്നു. യാത്രയിൽ അയാളുടെ കയ്യിലുള്ള സാധനം തീർന്നുപോയി, അയാളുടെ കയ്യിലുള്ള പണവും വിഭവങ്ങളൊക്കെ തീർന്നുപോയി. അയാൾക്ക് നാട്ടിലേക്ക് എത്തണം, അപ്പം അതിന് സഹായിക്കണം. നാട്ടിലെത്തിയാൽ അയാൾക്ക് ബന്ധുക്കളും അയാളുടെ തന്നെ പണവും അയാളുടെ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അയാളുടെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്താൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം. അതാണ് ഒബിന് സബീൽ. ഒമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വലത്തേ കൈ ഉടമപ്പെടുത്തിയ അടിമകൾ, അഥവാ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള, നിങ്ങളുടെ കീഴിലുള്ള അടിമകൾ, ഇവരോടൊക്കെ നന്മ പ്രവർത്തിക്കണം, നല്ല നിലക്ക് വർത്തിക്കണം. അവർക്കൊക്കെ വേണ്ട സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇതൊരു കടമയായും ബാധ്യതയായും കർത്തവ്യമായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഓശാരമായിട്ടല്ല, സൗജന്യമായിട്ടല്ല. ഈ ആളുകളോടൊക്കെ നിങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ട്. മാതാപിതാക്കൾ, അതുപോലെ ബന്ധുക്കൾ, അനാഥകൾ, അഗതികൾ, അടുത്ത് താമസിക്കുന്ന ബന്ധുക്കൾ, കുടുംബബന്ധമില്ലാത്ത അടുത്ത് താമസിക്കുന്ന ആളുകൾ, കൂടെ യാത്ര ചെയ്യുന്നവരോ അല്ലെങ്കിൽ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന കൂട്ടുകാരൻ, അതുപോലെ തന്നെ യാത്രക്കാരൻ, വഴിയാത്രക്കാരൻ, അതുപോലെ അടിമകൾ, നമ്മുടെ കീഴിലുള്ള അടിമകളായി ആ അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പക്ഷേ അവർക്കത് അനുഭവപ്പെടുകയില്ല. കാരണം ആ നിലക്ക് നല്ല കാരുണ്യത്തോടും നല്ല സ്നേഹത്തോടും ഒരു മനുഷ്യരെന്ന നിലക്കുള്ള പെരുമാറ്റത്തോടുമാണ് അവരോട് പെരുമാറുക. ഇതാണ് അയൽവാസിയുടെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഹദീസുകൾക്ക് മുമ്പായി റിയാദ് സാലിഹീനിൽ കൊടുത്തിട്ടുള്ള ആയത്ത്. പിന്നെ ആദ്യത്തെ ഹദീസ് ഇബ്നു ഉമർ, അതുപോലെ ആയിഷ, അബ്ദുല്ലാഹി ഇബ്നു ഉമറും ആയിഷ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരും കൂടി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളാണ് ജിബ്രീൽ, അതാ വഹയ്യേറ്റ് വരുന്ന ആളാണ്. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സന്ദേശം സ്വീകരിച്ച് അത് പ്രവാചകന്റെ അടുക്കൽ എത്തിക്കുന്ന റസൂലാണ്, ദൂതനാണ്. ആര്? ജിബ്രീൽ. അപ്പോൾ ഒരു ദിവസം ജിബ്രീൽ വന്ന് പ്രവാചകനെ ഇങ്ങനെ നിരന്തരമായി ഉപദേശിച്ചു കൊണ്ടിരുന്നു. ബിൽ ജാരി, അയൽവാസികളുടെ വിഷയത്തിൽ. തൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽപക്കക്കാരനെ ശ്രദ്ധിക്കേണ്ട, പരിഗണിക്കേണ്ട, പരിചരിക്കേണ്ട, സഹായിക്കേണ്ട ഈ അയൽവാസിയോടുള്ള കർത്തവ്യങ്ങളെക്കുറിച്ച് നബിയെ ബോധ്യപ്പെടുത്തുവാൻ ഒരുപാട് സമയം ജിബ്രീൽ ചെലവാക്കി. അങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ജിബ്രീലിൻ്റെ നിരന്തരമായ ആ ഉപദേശവും വസിയ്യത്തും കാരണം ഹത്താ വനന്തു, ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സ യുവരി സുഹു, ആ ജിബ്രീൽ എൻ്റെ സ്വത്തിൽ ആ അനന്തരാവകാശി, ആ അയൽവക്കക്കാരന് അനന്തരാവകാശം നൽകുമോ എന്ന്. ഇപ്പം അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അക്രിബ ആണ് അനന്തരാവകാശത്തിന് അർഹർ. ഒരാൾ മരിച്ചാൽ അയാളുടെ മക്കൾ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, പിന്നെ അയാളുടെ സഹോദരിമാർ, അതുപോലെ തന്നെ സഹോദരന്മാർ, മാതാപിതാക്കൾ, ഇവർക്കൊക്കെ കണക്കുണ്ട്. ചിലപ്പോൾ മക്കളുണ്ടാകുമ്പം സഹോദരന്മാർക്ക് കിട്ടൂല, എന്നാൽ മാതാപിതാക്കൾക്കുണ്ട്, ഭാര്യക്കുണ്ട്. ഇവരൊക്കെയാണ് അനന്തരാവകാശമുള്ളവർ. എന്നാൽ ഈ ജിബ്രീൽ വന്ന് പ്രവാചകനോട് അയൽപ്പക്കക്കാരൻ എന്ന നിലക്കുള്ള ആൾക്ക് ഒരു മുസ്ലിം ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയെക്കുറിച്ചും കടപ്പാടിനെക്കുറിച്ചും നിരന്തരമായി എന്നെ ഉപദേശിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ സമ്പത്തിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണമാണ്. ഇനി അതുപോലെ വേറെ ഒരു മുസ്ലിം സഹോദരൻ മരണപ്പെട്ടാൽ അയാളുടെ അടുത്ത് താമസിക്കുന്ന അയൽവക്കക്കാരന് അയാളുടെ സ്വത്തിൽ നിന്ന് അനന്തരം അവകാശത്തിന് അർഹതയുണ്ടെന്ന് പോലും ഞാൻ ധരിക്കത്തക്ക നിലയിലുള്ള കടുത്ത വളരെ ശക്തമായ
ഉപദേശമാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയത്. ഈ ഹദീസ് അബ്ദുല്ലാഹിബിൻ ഉമർ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. ഇവിടെ അയൽപക്കക്കാർ എന്ന് പറയുമ്പം അത് ഇന്നത് എന്ന് നിർണയിച്ച് വന്നിട്ടില്ല. അതായത് ഇത്ര മീറ്ററിനുള്ളിൽ താമസിക്കുന്നവർ, ഇത്ര വീടുകൾക്ക് അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവർ എന്ന് കൃത്യമായ കണക്കൊന്നുമില്ല. സാധാരണ ഇങ്ങനെ പിന്നെ ഒരു വീടിൻ്റെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് താമസിക്കുന്ന 40ഓളം വീടുകൾ അയൽവാസികളാണ് എന്ന് പറയുന്ന ഒരു കൗലുണ്ട്. പക്ഷെ അതൊന്നും വളരെ കറക്റ്റല്ല. അതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് ആരാണ് നമ്മുടെ അയൽപക്കക്കാർ എന്ന് ആ നാട്ടിലെ ആളുകൾക്കൊരു ബോധ്യം ഉണ്ടാവും. അയൽപക്കക്കാരനും ബോധ്യം ഉണ്ടാവും, നമുക്കും ബോധ്യം ഉണ്ടാവും. നാട്ടിൽ അതിനൊരു നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെ നാട്ടിലുള്ള നടപടിക്രമങ്ങൾക്കനുസരിച്ചാണ് ഉറുഫ് എന്ന് പറയുന്നത്. എന്താണ് നാട്ടിൽ ആരെയാണ് അയൽവാസിയായി പരിഗണിക്കുന്നത്? അവൻ അയൽവാസിയായി പരിഗണിക്കാൻ പറ്റാത്തവൻ എന്ന് നാട്ടു നടപ്പനുസരിച്ച് പറയാവുന്നവർ നമ്മുടെ അയൽവാസികളാവുകയുമില്ല. അപ്പം അതൊക്കെ ഉറുഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, നാട്ടു നടപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഏതായാലും അടുത്ത് താമസിക്കുന്ന ആളുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് തൊട്ടടുത്ത് താമസിക്കുന്നവൻ മാത്രമല്ല അയൽവാസി. അതായത് ഇവനുമായി എപ്പോഴും പരസ്പരം ബന്ധമുള്ള, ഇവൻ വഴി നടന്നു പോകുന്ന, ഇവൻ റോഡുകൾ പങ്കിടുന്ന, അങ്ങനെയൊക്കെ എപ്പോഴും അടുത്ത് താമസിക്കുന്ന, വീടിൽ നിന്ന് അധികം ദൂരമില്ലാതെ താമസിക്കുന്ന ആളുകളൊക്കെ അവൻ്റെ അയൽവാസികളാണ്. അപ്പോൾ ആ അയൽവാസികളെ കുറിച്ചാണ് ഈ ഉപദേശങ്ങളൊക്കെ. പിന്നെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബാദർ, അബൂദർറെ, ഇദാ തബഖ്ത മറക്കത്തൻ, നീ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ, മറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റൊട്ടിയിലേക്ക് അല്ലെങ്കിൽ ചപ്പാത്തിയിലേക്ക് ഇനി ചോറിലേക്കൊക്കെ ഉപയോഗിക്കുന്ന കറി ഉണ്ടല്ലോ, അത് മിക്കവാറും അവരുണ്ടാക്കൽ മാംസം കൊണ്ടായിരിക്കും. അപ്പം മാംസവും മസാലകളും വെള്ളമൊക്കെ ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു കറി. അങ്ങനെ നീ ഒരു കറി പാചകം ചെയ്യുകയാണെങ്കിൽ അക്സിർ കുറച്ചുകൂടി വെള്ളം അതിൽ കൂടുതൽ പാല്, ലേശം കറി നീണ്ടോട്ടെ നടത്തും. കുറുകി ആയാൽ അത് ഒഴിച്ചു കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ കറി വെക്കുമ്പം കുറച്ചുകൂടി വെള്ളം അതിൽ കൂട്ടിക്കള. എന്നിട്ട് ആഹദി ജീറാനക്ക്, നിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ആ കറിയിൽ നിന്ന് കുറച്ച് കൊടുക്കുക. പക്ഷേ ഇവിടെ നല്ല ഇറച്ചിയുടെ മണവും ബിരിയാണി ഉണ്ടാക്കുന്ന വാസനയും ഒക്കെ അയൽപക്കങ്ങളിലേക്ക് എത്തും. അവിടെ കുട്ടികളാണെങ്കിൽ അത്തരം ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് കുറേ ആയി, അത് വാങ്ങിക്കൊടുക്കാനോ പാചകം ചെയ്ത് കൊടുക്കാനോ അയൽവാസിക്ക് കഴിവില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്റെ വീട്ടിൽ നല്ല കറി ഉണ്ടാക്കുമ്പോൾ, നിന്റെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഇതിൽ വെള്ളം കൂട്ടണമെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കൂടുതൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാവില്ല ഈ കറി ഉണ്ടാക്കുന്ന ആൾ. ഉള്ളത് കൊണ്ടൊക്കെ ഒപ്പിച്ച് കുറച്ച് മാംസമൊക്കെ വാങ്ങി കുറച്ച് മസാലകളൊക്കെ വാങ്ങി അയാൾ ഉണ്ടാക്കിയായിരിക്കും. എന്നാൽ തന്നെയും നിന്റെ അയൽപക്കക്കാരനോടുള്ള ബന്ധം സുദൃഢമായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം അതിലധികം പാർന്നേക്ക്. വേറെ സാധനം നിന്റെ കയ്യിൽ കൂട്ടാനില്ലെങ്കിൽ കുറച്ച് വെള്ളം അധികം പാർന്നാൽ അതങ്ങ് നീണ്ടോളും. എന്നിട്ട് ആ കറിയൊക്കെ ഇളക്കി അതിന് വെള്ളവും കുറച്ച് കഷ്ണവും കൂടിയായിട്ട് കുറച്ച് കറി നിന്റെ അയൽപക്കക്കാരന് കൊടുക്കുക എന്ന് അബൂദറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. വേറെ ഒരു റിവായത്തിൽ അബൂദർ ഗിഫാരിയുടെ ഹദീസിൽ തന്നെയുള്ള ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, ഇന്ന ഖലീലി ഔസാനി, എൻ്റെ ഖലീല്, അത് പ്രവാചകനെ കുറിച്ച് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു പ്രയോഗമാണ്, എൻ്റെ കൂട്ടുകാരൻ എന്നാണ്. അതായത് പ്രവാചകൻ എല്ലാ സത്യവിശ്വാസികളുടെയും കൂട്ടുകാരനാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച സഹാബാക്കളോട് ഒരു കൂട്ടുകാരനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഒക്കെ അദ്ദേഹത്തിൻ്റെ സഖാക്കളും സഹകാരികളുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചും അങ്ങോട്ടുള്ള എല്ലാ ബഹുമാന ആദരവുകളോടെയും അവർ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് അടുത്ത് പെരുമാറും. അതാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. എൻ്റെ ഖലീൽ, എൻ്റെ ചങ്ങാതി, എൻ്റെ കൂട്ടുകാരൻ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. എന്താണ്? ഇതാ തബഖ്ത മറക്കൻ, നീ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അക്സിർ മാഅഹു, നീ എന്ത് ചെയ്യണം? അതിൽ കുറച്ച് വെള്ളം കൂട്ടണം. സുമ്മല്ലുർ അഹ്ല ബൈത്തി മിൻ ജിറാനിക്ക്, പിന്നെ അയൽവാസികളെ നോക്കണം. എന്നിട്ട് ഫാസിബുഹും മിൻഹാ ബിമഅറൂഫ്, നല്ല നിലക്ക് അവർക്കൊക്കെ കുറേശ്ശെ കൊടുക്കണം.
ഒന്നുകിൽ അവർ നിന്റെ കൂടെ ഇവിടെ വന്ന് ആഹാരം കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അങ്ങനെയല്ല, എപ്പോഴും അതിന് സൗകര്യപ്പെട്ടെന്ന് വരില്ല. അപ്പം എന്ത് ചെയ്യണം? നിന്റെ വീട്ടിൽ പാചകം ചെയ്യുന്നതിൽ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ആ ആളുകൾക്ക് അല്പാൽപമായി കൊടുക്കണം. ആ അയൽവാസ ബന്ധത്തെ അത്രയും സുദൃഢമായി കാത്തു സൂക്ഷിക്കുവാനുള്ള ഉപദേശങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വളരെ ഗൗരവമുള്ള ഹദീസാണ്, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കലും വിശ്വാസിയാവുകയില്ല, ഒരിക്കലും വിശ്വാസിയാവുകയില്ല, ഒരിക്കലും വിശ്വാസിയാവുകയില്ല എന്ന് 3 തവണ നബി പറഞ്ഞു. ഖീല, അപ്പോൾ നബിയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, മൻ, ആരാണ് വിശ്വാസിയാകാത്തവൻ? ആരാണ് വിശ്വാസം പൂർണ്ണമാകാത്തവൻ? ആരാണ്? ഖാല വല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായികു, ഇവന്റെ ഷർറിൽ നിന്ന് ഇവന്റെ അയൽവാസിക്ക് രക്ഷയില്ല. ഇവന്റെ ഷർറിൽ നിന്ന് ഇവന്റെ അയൽപക്കത്ത് താമസിക്കുന്നവന് സ്വൈര്യമില്ല, സമാധാനമില്ല. അപ്പൊ എപ്പോഴും തൻ്റെ അടുത്ത് താമസിക്കുന്നവനിൽ നിന്ന് പല രൂപത്തിലുള്ള ഷർറുകളും അനുഭവിക്കേണ്ടി വരുന്നവനാണെങ്കിൽ ആ ഷർറുണ്ടാക്കുന്ന ആള് ലാ യുഅ്മിൻ, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല. അപ്പം അയൽപക്ക ബന്ധം വളരെ പവിത്രമാണ്. ഇസ്ലാം അതിന് വളരെയധികം ശക്തമായ ചില ഉപദേശങ്ങളാൽ ആ ബന്ധങ്ങളെ സുദൃഢമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അയൽവാസി എന്ന് പറയുന്നത്, ഇവിടെ 3 വിധത്തിലുള്ള അയൽവാസി പറഞ്ഞിട്ടുണ്ട്. ഒന്നാരാണ്? തൻ്റെ ബന്ധുവായ അയൽവക്കക്കാരൻ, തനിക്ക് കുടുംബ ബന്ധമുള്ള അയൽവക്കക്കാരൻ, അതോടൊപ്പം അയാൾ മുസ്ലിമുമാണ്. അപ്പോൾ ഒന്ന് അലാഖത്തുൽ ഇസ്ലാം, മുസ്ലിം എന്ന ബന്ധം. രണ്ടാമത് അലാഖത്തുൽ ജീറാൻ, അയൽവാസി എന്ന ബന്ധം. മൂന്നാമത്തത് അൽ ഖറാബ, കുടുംബ ബന്ധം. ഈ 3 നിലക്കും ബന്ധപ്പെട്ട അയൽവാസിയാണ് ഏറ്റവും ദറജ ഊല. രണ്ടാമത്തത് കുടുംബ ബന്ധമില്ല, എന്നാൽ തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിമാണ്. വൽ അൽ ഇസ്ലാമു വൽ ജീറാൻ വൽ ജിവാർ. അപ്പോൾ അയൽപക്ക ബന്ധവും അതുപോലെ തന്നെ ഇസ്ലാമുമാണ്, മുസ്ലിമുമാണ്. അപ്പോൾ അത് ബന്ധമായി. ഇനി മുസ്ലിം അല്ല നിൽക്കുക, അമുസ്ലിമാണെങ്കിലും അയാൾക്ക് അയൽവാസി എന്ന അവകാശത്തിന് ആൾക്ക് അർഹനാണ്. അയൽവാസി എന്ന നിലക്കുള്ള എല്ലാ നല്ല പെരുമാറ്റങ്ങളും അവിടെ ഇസ്ലാം ആയിക്കൊള്ളണം, മുസ്ലിം ആയിക്കൊള്ളണം എന്ന യാതൊരു കാര്യങ്ങളുമില്ല. അവർ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അവരോട് ഇഹ്സാൻ ചെയ്യണം, അവരോട് നന്മ ചെയ്യണം. അവർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അവിടെ രോഗികളുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം, പരിചരിക്കണം. എല്ലാ നിലക്കും ആ കാഫിറായ അയൽവാസിക്ക് പോലും ഒരു മുസ്ലിമിൻ്റെ അടുത്ത് താമസിക്കാൻ അവന് താല്പര്യമാണ്. അങ്ങനെയല്ലേ വളരെ ഇസ്ലാമിന് ഇസ്സത്തുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ അമുസ്ലിങ്ങൾ വീട് വാങ്ങുമ്പോൾ അതിന് തൊട്ടടുത്ത് മുസ്ലിമുണ്ടോ എന്നാ നോക്കുക. കാരണം അവൻ്റെ നന്മ അനുഭവിച്ചവരായതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ അടുത്ത് താമസിക്കാനാണ് എപ്പോഴും ഒരു മുസ്ലിം അല്ലാത്ത ആളും ശ്രമിക്കുക. കാരണം ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ശരിയായ നിലക്ക് ആ മുസ്ലിം പാലിക്കുന്നവനാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഈ അടുത്ത് താമസിക്കുന്ന ആ മുസ്ലിമിനും കിട്ടും. അതുകൊണ്ട് എപ്പോഴും ഒരു മുസ്ലിമിൻ്റെ അടുത്ത് വിൽക്കാനുള്ള, ഒരു മുസ്ലിം താമസിക്കുന്നതിൻ്റെ അടുത്ത് വിൽക്കാനുള്ള ഒരു വീടിന് എപ്പോഴും വില കൂടും. അതിന് മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ വില പറയുന്നതിനേക്കാൾ അവിടുത്തെ വീടിനും പറമ്പിനും ഒക്കെ വില കൂടും. അതെന്തുകൊണ്ടാണ്? അവിടെ അയൽപക്കക്കാരൻ്റെ ഒരു മുസ്ലിമാണ്. അപ്പോൾ ആ മുസ്ലിം ആകുമ്പോൾ അവിടെ ആര് താമസിക്കുന്നുവോ അവന് ഈ മുസ്ലിമിൻ്റെ നന്മകൾ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും തൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളാലും ഈ ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നുകിൽ ഈ വീട്ടിൽ നിന്ന് എപ്പോഴും ഒച്ചയും ബഹളവും ശബ്ദവുമാണ്. തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പാടുണ്ടോ? ഒരിക്കലും പാടില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വളരെയധികം അച്ചടക്കവും അതുപോലെ തന്നെ നിശബ്ദതയും കീപ്പ് ചെയ്യണം. അതല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾക്ക് അതിൻ്റെ ഇടങ്ങേറ് ഒരുപക്ഷെ അവർ പറഞ്ഞെന്ന് വരില്ല. നമ്മോടവർ ആവലാതി പറഞ്ഞു കൊള്ളണമെന്നില്ല. നമ്മൾ കണ്ടറിഞ്ഞ് എന്ത് ചെയ്യണം? വലിയ ശബ്ദത്തിൽ റേഡിയോ ഓൺ ചെയ്യുക, വലിയ ശബ്ദത്തിൽ ടെലിവിഷൻ പ്രവർത്തിപ്പിക്കുക, വലിയ ശബ്ദത്തിൽ മൊബൈലിൽ നിന്ന് പാട്ടുകളും അതുപോലെ തന്നെ സംഗീതവും
അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉറക്കെ വെച്ച് ആസ്വദിക്കുക. തൊട്ടടുത്തുള്ള വീട്ടുകാരൻ അത് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ നിങ്ങൾ അയൽവക്കക്കാരനായതുകൊണ്ട് അയാൾ മുണ്ടുന്നില്ല എന്നുള്ളൂ. അതൊന്ന് ഓഫാക്കിയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അയാൾ മുണ്ടാതിരിക്കണം. പക്ഷേ അത് അയാൾക്ക് ഉള്ള നിങ്ങൾ ഉണ്ടാക്കുന്ന ഷർറാണ്, ആ അയൽവാസിക്ക് നിങ്ങളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഉറക്കെ തന്നെ ഖുർആൻ പോലും ഇനി സ്പീക്കറോ ലൗഡ് സ്പീക്കറോ ഒക്കെ ഉപയോഗിച്ച് ഖുർആൻ ഓതുകയാണ്, അതല്ലെങ്കിൽ വേറെ നിലക്ക് നിങ്ങൾ തന്നെ വലിയ ഒച്ചത്തിലെടുത്ത് വീടിൻ്റെ മുന്നിൽ വന്നിരുന്ന് തൊട്ടടുത്ത അയൽവാസി ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പക്വതയും പാകതയും കാത്തു സൂക്ഷിക്കണം എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഇവൻ്റെ ഷർറിൽ നിന്ന്, ഏതൊരു മുസ്ലിമിൻ്റെ ഒരു താമസക്കാരൻ്റെ ഷർറിൽ നിന്ന് അയാളുടെ അയൽവാസി രക്ഷപ്പെട്ടവനല്ലയോ അവൻ മുസ്ലിം ആവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെ മുസ്ലിം ഉദ്ധരിച്ച ഒരു റിവായത്തിൽ ലാ യദ്ഖുൽ ജന്നത മൻ ലാ യുഅ്മിനു ജാറുഹു ബവായിഖുഹു, അതായത് ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എങ്ങനെയുള്ള ആള്? അയാളുടെ അയൽവാസി ഇയാളുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെട്ടവനല്ല. എന്തെങ്കിലും വിധത്തിൽ ആ അയൽവാസിക്ക് ഇയാൾ ഷർറുണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാക്കും, ചിലപ്പോൾ അതിർത്തിയിലുള്ള മരങ്ങളിൽ പഴങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുമ്പോൾ അവിടെ തർക്കം ഉണ്ടാവും. ഒരു അയൽവാസി എന്ന നിലയ്ക്ക് എന്തെല്ലാം വിട്ടുവീഴ്ചകൾ നമ്മൾ കാണിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ തൊടിയിൽ തന്നെയാണ് ഫലം കായ്ക്കുന്ന മരം ഉള്ളതെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഫലം കായ്ക്കുന്ന മരത്തിൽ നിന്ന് പഴങ്ങൾ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ പറമ്പിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അറിഞ്ഞുകൊണ്ട് നമ്മൾ മുതിർന്ന ആളുകളൊക്കെ ആണെങ്കിൽ കിട്ടുന്ന ഫലം നമ്മൾ അനുഭവിക്കാൻ പാടില്ല, അത് അപ്പുറത്തേക്ക് കൊടുക്കണം. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അവർ ഇപ്പം പിന്നെ ഒരു പഴുത്ത മാങ്ങ കാണുമ്പോൾ അതെടുക്കും. വലിയ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആരുടെങ്കിലൊക്കെ സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കൊന്നും അറിഞ്ഞൂടാ. അവർ പഴുത്ത മാങ്ങാന്നേ അവരുള്ളൂ, അവർ തിന്നും. അപ്പോൾ നമ്മുടെ മരത്തിൽ നിന്ന് മാങ്ങ തൊട്ടടുത്ത അയൽവാസിയുടെ കുട്ടി എടുത്തെന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ആ മരത്തിൽ പക്ഷികളും പറവകളും ഒക്കെ തിന്നുപോകുന്നത് മരമുള്ളവൻ്റെ മരത്തിൻ്റെ ഉടമസ്ഥൻ്റെ സദക്കയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേമാതിരി തന്നെ തൊട്ട അയൽവക്കത്തുള്ള കുട്ടികൾ ആ മരത്തിൽ നിന്ന് മാങ്ങ എടുത്ത് തിന്നുന്നത് സദക്കയാന്ന് കൂട്ടിയാൽ മതി. വലിയ ആളുകളാവുമ്പോൾ എന്ത് ചെയ്യും? അത് എടുക്കാൻ കുറച്ച് മടിക്കും എന്ന് മാത്രമല്ല, അവരോട് പറയും ഇവിടെ മാങ്ങ ഇങ്ങനെ വീണ്ട് എന്ന് പറയും. ചിലപ്പോൾ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും. അല്ല, അത് അവിടെ വീണൊക്കെ നിങ്ങളെടുത്തോളെ, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഈ മനുഷ്യൻ മാവുള്ളവൻ ഹലാലാക്കി കൊടുത്താൽ ഖലാസ്, അത് മതി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹകരണങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ തമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെയാണ്, യാ നിസാ അൽ മുസ്ലിമാത്ത് ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറത്തിഹാ വലോ ഫിർസിന ഷാത്തിൻ. മുസ്ലിങ്ങളായ മഹദികളെ, പെണ്ണുങ്ങളെ, എല്ലാ മുസ്ലിം സ്ത്രീകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറത്തിഹ. തൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പെണ്ണിനോട്, അതിനിപ്പുറത്ത് താമസിക്കുന്ന ഒരു പെണ്ണ് ഒന്നും നിസ്സാരമായി കാണാൻ പാടില്ല. വലോ ഫിർസിന ഷാത്തിൻ, ഒരു ആടിൻ്റെ ഇറച്ചി കുറഞ്ഞ കുളമ്പ്, അതാണ് ഫിർസിൻ ഷാത്ത് എന്ന് പറഞ്ഞാൽ, ഒരു ആടിൻ്റെ കുളമ്പ്. വേറൊന്നുമില്ല, ആ കുളമ്പ് കിട്ടിയാലും തന്നെ അതിൽ നിന്ന് ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഒരു ഭാഗം തൻ്റെ അയൽക്കാരത്തിക്കും കൊടുക്കുക. അതിപ്പോൾ എങ്ങനെ ഞാൻ കൊടുക്കുക? അതങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല, അത് ഗൗരവപ്പെട്ടതാണ്. അപ്പോൾ എത്രമാത്രം നല്ല ഉപദേശങ്ങളാണ് ഇസ്ലാം നൽകുന്നത് എന്ന് ആലോചിക്കണം. ഇവിടെ വേറെ വില പിടിച്ച സാധനങ്ങളോ ഒരു കൈക്കോറുവോ അല്ലെങ്കിൽ ഒരുപാട് മാംസമോ ഒന്നും പറയുന്നില്ല. ഇവിടെ ഒരാളെ കയ്യിലുള്ളത് ഫിർസിന ഷാത്ത്, ഒരു ആടിൻ്റെ കുളമ്പാണ്. ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറഞ്ഞ മാംസം ഉണ്ടാവും. എങ്കിൽ പോലും അത് നബി അതിനെ നിസ്സാരത കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എങ്കിൽ പോലും അതിൽ തൻ്റെ അയൽവക്കാരന് പങ്കുകൊടുക്കാൻ സഹോദരി നീ ശ്രദ്ധിക്കണം. കാരണം പെണ്ണുങ്ങളെ അഭിസംബോധന ചെയ്യാൻ കാരണം എപ്പോഴും ഈ അയൽവക്ക ബന്ധങ്ങൾ കൂടുതലുണ്ടാകുക സ്ത്രീകൾ തമ്മിലാണ്. ആണുങ്ങൾ രാവിലെ പോകും, വൈകുന്നേരം വളരെ വൈകി വരും. അപ്പോൾ അയൽവാസിയുമായി കുശലം പറയാനോ ബന്ധപ്പെടാനോ ചിലപ്പോൾ കുടുംബനാഥന് കഴിഞ്ഞോണമെന്നില്ല. അതേസമയം സ്ത്രീകൾ അങ്ങനെയല്ല. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ഉപ്പ്,
മുളക്, മുമ്പൊക്കത്തെ കാലത്ത് ഈ വലിയ ഗ്യാസും അതുപോലെ ഈ തീയൊക്കെ വരുന്നതിന് മുമ്പ് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തീ കൊണ്ടുവന്നിട്ടാണ് പലരും തീ കൂട്ടിയിരുന്നത്. ഇവിടെ അടുപ്പിൽ കത്തിക്കാൻ തൊട്ടടുത്ത അയൽ വീട്ടിലേക്ക് ചകരിയുമായിട്ടോ ചിരട്ടയായിട്ടോ പോകും. എന്നിട്ട് അവിടെ അടുപ്പിൽ നിന്ന് തീ കോരി ചേരിയിലും ചിരട്ടയിലും കൊണ്ടുവന്ന് ഈ വീട്ടിൽ അടുപ്പ് കൂട്ടും. കണ്ടോ? അങ്ങനെയൊക്കെ നമ്മുടെ പഴയ കാലത്ത്, ചെറുപ്പകാലത്ത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ നിലക്ക് എന്താ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന വാങ്ങലും കൊടുക്കലും കാര്യത്തിൽ ഒരു കാര്യത്തെയും നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഒരു ചക്ക പഴുത്തത് കിട്ടിയാൽ തൊട്ടടുത്ത വീട്ടിലതില്ല, അങ്ങനെയാകുമ്പോൾ അത് മുറിക്കുക, ഒരു കഷ്ണം ആ വീട്ടിലേക്ക് കൊടുക്കുക. ഒന്നിലധികം വീടുകളുണ്ടെങ്കിൽ കഷ്ണം ചെറുതാക്കുക, എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കുക. ഒരു വാഴയുടെ കൊല പഴുത്ത് കിട്ടിയാൽ അത് നമ്മൾ വീട്ടിൽ നിന്ന് തിന്നാലത് തീരും. അതേസമയം നമ്മൾ തിന്നുമ്പോൾ തന്നെ കുറച്ച് നമ്മുടെ അയൽവാസിക്ക് കൊടുത്താൽ അതിൻ്റെ കൂലി ചെറിയ കാര്യങ്ങളൊന്നല്ല, വലിയ കൂലിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ പെണ്ണുങ്ങളോട് നബി ഉപദേശിക്കുന്ന കാരണം. ഇവരാണ് അതിൻ്റെയൊക്കെ ആൾക്കാർ, അവരുടെ കയ്യിലാണ് അതിൻ്റെയൊക്കെ നിയന്ത്രണം. അതിലൊന്നും സാധാരണ പുരക്കാരൻ ഇടപെടുകയോ ഒന്നുമില്ല. അങ്ങനെ ചീപ്പാനോ എന്ന് പോലെ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ പെണ്ണുങ്ങളെ നിലക്ക് നിർത്താനൊന്നും ഒരു മാന്യനായ ഒരു കുടുംബനാഥൻ മെനക്കെടില്ല. അപ്പം അതൊക്കെ സ്ത്രീകളുടെ അധികാരത്തിൽപ്പെട്ടതാണ്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, വീട്ടിലുണ്ടാകുന്ന ഫലങ്ങൾ, കായ്കനികൾ, പച്ചക്കറികൾ, ഇതിൽ നിന്നൊക്കെ ഒരുപാട് പച്ചക്കറി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ച് ആ വീട്ടിൽ പാചകത്തിന് വേണ്ടി അത് കൊടുത്തേക്കുക. അതിനൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്നൊരു ഹദീസാണ് ഇത്. ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ആട്ടിൻ്റെ കുളമ്പാണെങ്കിൽ പോലും നിങ്ങൾ നിസ്സാരമായി കരുതരുത്, അയൽവാസിക്ക് അതിൽ നിന്ന് ഓരി കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അടുത്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംനഉ ജാറുൻ ജാറഹു അൻ യഫ്രിസ ഖശബതൻ ഫീ ജിദാരി. വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു അയൽവാസി തൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നു. അപ്പം അയാളുടെ വീടിൻ്റെ ചുമരോ മേൽക്കൂരയോ താങ്ങി നിർത്തണമെങ്കിൽ ഒരു തൂണ് കൊടുക്കണം. ആ തൂണ് കുറച്ച് വിട്ട് അതിൻ്റെ എൻജിനീയറിങ് അളവനുസരിച്ച് ആ മേൽക്കൂര അവിടെ നിൽക്കാൻ കുറച്ച് വിട്ട് ചരിച്ച് അത് കൊടുക്കണം. ആ സ്ഥലം എവിടെയാണ്? അയൽവാസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അയൽവാസിയുടെ വീടിൻ്റെ ചുമരിന്മേലോ അയൽവാസിയുടെ വീടിൻ്റെ പരിസരത്തോ ഒരു തൂണ് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഭൂമിയിലേക്ക് അടുപ്പിച്ചാലുണ്ടല്ലോ അത് ഞാൻ അപ്പം പറിച്ചിടും. എൻ്റെ ഇവിടെ അങ്ങനത്തെ നിങ്ങളെ തൂണും കാര്യമൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. തൻ്റെ തൊട്ട അയൽവാസിയുടെ വീട് നിലനിൽക്കാൻ ഒരു തൂണ് നിങ്ങളുടെ വീടിനോട് ചേർന്ന് കൊടുക്കണം എന്നത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് സമ്മതം കൊടുക്കണം. ലാ യംന, തടയാൻ പാടില്ല എന്നാണ്. ജാറുൻ, ഒരു അയൽവാസിയും, ജാറഹു, തൻ്റെ അടുത്ത് താമസിക്കുന്നവന്, അൻ യഗ്രിസ ഖശബത്തൻ ഫീ ജിദാരിഹി, തൻ്റെ വീടിൻ്റെ ആ മച്ച് താങ്ങി നിർത്താൻ ആവശ്യമായ, അതിൻ്റെ മേൽക്കൂര താങ്ങി നിർത്താൻ ആവശ്യമായ ഒരു തൂണ് ഈ അയൽവാസിയുടെ ചുമരിലേക്ക് ഘടിപ്പിക്കണം. അങ്ങനൊരു പ്രശ്നമില്ല, അതിന് അനുവാദം കൊടുക്കണം. എന്നിട്ട് അബൂ ഹുറൈറ പറയാണ്, അദ്ദേഹം മർവാൻ ഇബ്നുൽ ഹക്കം എന്ന അമവി ഖലീഫയുടെ കാലത്ത് മദീനയിൽ അമീറായി നിശ്ചയിക്കപ്പെട്ട ആളാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിന് ഈ പറച്ചിൽ. മാരി അറാക്കും അൻഹ മുഅ്രിദുൻ, ഇത്തരം പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടാണ് തിരിഞ്ഞു കളയുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി മാലി അറാക്കും അൻഹ മുഅ്രിദീൻ വല്ലാഹി ല അർമിയന്ന ബിഹാ ബൈന അക്താഫിക്കും, നിങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിലും നാട്ടും ഞാൻ ആ തൂണ്. വീടല്ലേ, വീട് മാത്രമല്ല, നിങ്ങളെ ചുമലിൽ ആ തൂണ് താങ്ങാൻ, അവിടെ നാട്ടാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിക്കും. അമീറാണ്, അമീറിന് അധികാരമുണ്ട്. അപ്പം നല്ല നിലക്ക് മാന്യമായ സഹകരണത്തിന് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിയമപരമായി അങ്ങനെ ചെയ്യാൻ ഞാൻ ഓർഡർ ഇടും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അത്രയും ഗൗരവപ്പെട്ടതാണ് അയൽപക്ക ബന്ധങ്ങൾ എന്നർത്ഥം.
സഹോദരന്മാരെ, ഇപ്പോൾ അയൽവാസികളെ കുറിച്ച്, അവരുമായി നമുക്കുള്ള ഊഷ്മളമായി ഉണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ച്, സഹകരണത്തെക്കുറിച്ച്, സാമൂഹികമായ നമ്മൾ അവരുമായി പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചൊക്കെ വളരെ ചുരുക്കി നമ്മളിത് മനസ്സിലാക്കി അത്തരം അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക.